വാർത്ത ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഭിന്നതയാണ്. DCC അധ്യക്ഷൻ CP മാത്യു രാജിക്കത്ത് നൽകി. KPCC അധ്യക്ഷനാണ് രാജിക്കത്ത് കൈമാറിയത്. കെ സുധാകരൻ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് DCC അധ്യക്ഷൻ വിട്ടുനിൽക്കുകയും ചെയ്തു. സാഗർ വിവരങ്ങൾ പങ്കുവെക്കും. സാഗർ, ഈ ഇടുക്കി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു ജില്ലയാണ്. പ്രത്യേകിച്ചും അവിടെ വലിയൊരു വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ച ഒരു ജില്ലയാണ്. എന്താണ് യഥാർത്ഥ കാരണം ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക്? DCC അധ്യക്ഷന്റെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിൽ, അസംതൃപ്തിക്ക് പിന്നിൽ എന്താണ്? രഞ്ജിത്ത്, തീർച്ചയായും ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിൽ ഇത്തരത്തിലൊരു ഭിന്നത ഇല്ലാതിരുന്നതാണ്. എന്നാൽ ഇതിന് കാരണമായി തന്നെ ഈ കോൺഗ്രസ് തന്നെയാണ് ഇടുക്കി ജില്ല ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ മികച്ച വിജയമാണ് നേടിയിരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം രൂക്ഷമായതെന്ന് തന്നെ പറയാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടുക്കി DCC പ്രസിഡന്റ് പലയിടത്തും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചില്ല, പലയിടത്തും പരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല എന്നൊരു ആക്ഷേപം പരക്കെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം KPCC അധ്യക്ഷൻ ഉൾപ്പെടെ ഇദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യപ്പെട്ട പരാതി നൽകിയിരുന്നു. നിലവിൽ CP മാത്യു ആണ് ഇടുക്കി DCC പ്രസിഡന്റ്. ഇദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി മറ്റും അയച്ചിരുന്നു. ഇന്നലെ അടിമാലിയിൽ മറിയക്കുട്ടിയുടെ വീടിന് താക്കോൽദാന ചടങ്ങിലായിരുന്നു KPCC പ്രസിഡന്റ് എത്തിയത്. ഈ ചടങ്ങിന് തൊട്ടു മുമ്പായാണ് ഇടുക്കി DCC പ്രസിഡന്റ് ഇദ്ദേഹത്തിന് രാജിക്കത്ത് കൈമാറിയത്. എന്നാൽ നിലവിൽ രാജി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിലെ പോരായ്മകളിൽ പാർട്ടിയിലെ നേതാക്കൾ പലതവണ KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു. ഈ കോൺഗ്രസ് തെരുവിലിറങ്ങിയ പല സമരങ്ങളിലും ജില്ലയിലെ കോൺഗ്രസ് നിർജീവമായിരുന്നുവെന്നും ഒരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ ലോക്സഭ സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇടുക്കിയിൽ കോൺഗ്രസിൽ പ്രതിസന്ധിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ കമ്മിറ്റിയിൽ ഭിന്നതയുണ്ട്. DCC അധ്യക്ഷൻ CP മാത്യു രാജിക്കത്ത് നൽകിയെന്ന അസാധാരണമായ സാഹചര്യം ആ പാർട്ടി അവിടെ ഫേസ് ചെയ്യുന്നു. സാഗറിനെ വേണമെങ്കിൽ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. KPCC അധ്യക്ഷൻ അദ്ദേഹം ഈ രാജിക്കത്ത് DCC അധ്യക്ഷൻ നൽകി എന്നത് ഗൗരവതരമായ വാർത്തയാണ്. സുധാകരൻ പങ്കെടുത്ത പരിപാടിയിൽ, KPCC അധ്യക്ഷൻ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് DCC പ്രസിഡന്റ് മാറി നിൽക്കുന്നു എന്ന് പറയുന്നതും എന്തൊക്കെയോ ചില പൊട്ടിത്തെറികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാങ്കേതിക പ്രശ്നം ഇടയ്ക്കൊന്ന് സംഭവിച്ചു, പക്ഷേ സാഗറിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കണം അല്പസമയത്തിനകം തന്നെ. ഇന്നലെ നമുക്കറിയാം, ഇടുക്കി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ഇടുക്കി എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് അവിടെ കോൺഗ്രസ് നേടിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏത് തരത്തിലാണ് DCC അധ്യക്ഷനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ എന്നതുകൂടി നമുക്ക് കാത്തിരുന്നു കാണണം. അവിടെ ശക്തമായ മത്സരം നടന്ന ഒരു ജില്ല, ഒരു മണ്ഡലം കൂടിയായിരുന്നു അത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു വിജയം സംഭവിച്ചു. സാഗർ, തുടരാം. ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിലെ പോരായ്മകളിൽ പാർട്ടിയിലെ ചില നേതാക്കൾ KPCC അധ്യക്ഷന് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഇടുക്കി ജില്ലയിൽ തെരുവിലിറങ്ങിയ പല സമരങ്ങളിലും DCC പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള പ്രവർത്തകരും മറ്റും നിർജീവമായിരുന്നുവെന്നും ഒരു വ്യാപക പരാതി ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലും ഈ DCC പ്രസിഡന്റ് നിഷ്ക്രിയത്വം പാർട്ടിയിലെ പല കോണിൽ നിന്നും ചർച്ച ഉയർന്നു. ഇത്തരത്തിൽ CP മാത്യുവിനെതിരെ വ്യാപകമായ ഒരു പടയൊരുക്കമാണ് ജില്ലയിൽ നിന്ന് ഉണ്ടായത്. അതേസമയം തന്നെ CP മാത്യുവിനും വ്യാപകമായ ഒരു പരാതി ഉണ്ടായി. കാരണം CP മാത്യുവിന്റെ അടുപ്പക്കാരനായ പെരുവന്താനം മണ്ഡലം പ്രസിഡന്റിനെ നീക്കി പുതിയ ആളെ കെ സുധാകരൻ നേരിട്ട് പോസ്റ്റ് ചെയ്ത നടപടിയും DCC പ്രസിഡന്റിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളിൽ പാർട്ടി ജില്ലയിൽ വേണ്ട പിന്തുണ DCC പ്രസിഡന്റ് നൽകുന്നില്ലെന്ന പരാതിയും DCC പ്രസിഡന്റ് CP മാത്യുവിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് വീട്ടിലെത്തി കെ സുധാകരന് CP മാത്യു രാജിക്കത്ത് കൈമാറിയത്. ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ മറിയക്കുട്ടിക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ നിന്നും പ്രതിഷേധ സൂചകമായ DCC പ്രസിഡന്റ് വിട്ടുനിന്നതും ഇന്നലെ തന്നെ ചർച്ചയായിരുന്നു. എന്നാൽ രാജി KPCC പ്രസിഡന്റ് സ്വീകരിച്ചില്ല. രാജിക്കാരെ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ച് കെ സുധാകരൻ DCC പ്രസിഡന്റിനെ മടക്കി അയക്കാൻ ശ്രമിച്ചെങ്കിലും കത്ത് കൈമാറിയ ഉടൻ ഈ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാതെ CP മാത്യു സ്ഥലം വിടുകയായിരുന്നു. വരും ദിവസങ്ങളിലും കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ളൊരു ഭിന്നത രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇന്നലെ മുതൽ തന്നെ മറുവിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലും മറ്റും DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ രാജിക്കാര്യം കൊട്ടിഘോഷിക്കുകയാണ്. വരും ദിനങ്ങളിലും ഇതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് ഭിന്നത രൂക്ഷമാകുമെന്ന് ഉറപ്പാണ്. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.